2000 വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയ വചനം ഇന്ന് മനുഷ്യ ഹൃദയത്തെ തൊടുന്നു, മാറ്റങ്ങൾ കൊണ്ടുവരുന്നു, അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്നു. കാരണം ഇത് ദൈവത്തിൻ്റെ വചനമാണ്. ദ കോസ്റ്റ് ഓഫ് ഡിസൈബിൾഷിപ്പ് എന്ന പ്രശസ്തമായ പുസ്തകത്തിൻ്റെ രചയിതാവായ ഡീട്രിച്ച് ബോണോഫറിൻ്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവമുണ്ട്. ഹിറ്റ്ലറിൻ്റെ കാലത്ത് ബോണോഫർ നാസി ഭരണകൂടത്തെ എതിർത്തതുകൊണ്ട് അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കപ്പെട്ടു. അനിശ്ചിതത്വം, ഭയം, മരണസാധ്യത എന്നിവയൊക്കെ മുന്നിൽ കാണുന്ന ഒരിടമാണ് നാസികളുടെ ജയിൽ എന്ന് പറയും. പക്ഷെ കൂടെയുള്ളവരെയൊക്കെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ബോണോഫർ ജയിലിൽ വളരെ ശാന്തമായി സമാധാനത്തോടുകൂടി കഴിഞ്ഞിരുന്നു. എന്താണ് ആ സമാധാനത്തിൻ്റെ രഹസ്യം? എല്ലാ ദിവസവും 23-ാം സങ്കീർത്തനം അദ്ദേഹം വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമായിരുന്നു. കർത്താവിൻ്റെ ഇടയനാണ്, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. ഇങ്ങനെ ജയിലിൽ കഴിഞ്ഞിരുന്ന ഒരു മനുഷ്യൻ, നാളെക്കുറിച്ച് ഒരു ഉറപ്പുമില്ല. പക്ഷെ ദൈവത്തിൻ്റെ വചനം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പ്രത്യാശ പകർന്നിരുന്നു. നമ്മുടെ അശാന്തമായ മനസ്സിനെ ശാന്തമാക്കാൻ ഒരു വചനം മതി. നമ്മുടെ മുറിവേറ്റ ഹൃദയത്തിൻ്റെ മുറിവുണക്കാൻ ഒരു വചനം മതി. ദൈവവചനത്തെ നമ്മുടെ ഹൃദയത്തിൽ ഏന്തുമ്പോൾ നമ്മുടെ ജീവിതം തന്നെ നവീകരിക്കപ്പെടും.